നമസ്തേ. രാമായണ പാരായണം 27-ാം ദിവസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കാനുയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ച് ഭാരതിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ഏകാകിയായതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കിടും. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതോണീര ചാപശരാദ്യാദികൾ വാനവരാനും അജയനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളെന്നോട് സാദരം അന്തരമെന്നിയെ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർന്നിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഗവ്യഹ വ്യാധിഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പുക്കുശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉത്തിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ. ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കവികുല വീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രങ്കദാദികളൊക്കവേ 100 കോടിപ്പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം പൊക്കുപുരപാലകന്മാരെയും കൊന്നു മർക്കട വീരരൊരുമിച്ചനാകുലം. വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സമരാനിജകര സംജയ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹദ്വാര ബന്ധന പാഷാണ മാമയഹീനം പൊടിപെടുത്തങ്കതൻ. തത്ര ഗുഹയിലകം പുക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായി തന്തികെ. മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയ തെറ്റെന്ന് ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചു ധ്യാനിച്ചിരിക്കുമ പുണ്യജനാധിപനെ കണ്ടു വാനരൻ താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹസ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ. രാവണൻ കയ്യിലിരുന്ന മഹസ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ. താടനം ചെയ്താൻ അതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ.
ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതു വിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ മണ്ടോദരിയെ പിടിച്ചും വലിച്ചും തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിശ്വസ്ത്രനേവിയെ കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ, നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരൻ എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ടു പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജലമതേ. എന്തിനെ കൊണ്ടു നിന്ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതശാദേ വലിയ സീമാനസേ ഹാവിധി വൈഭവം എത്രയും അത്ഭുതം. അർദ്ധം പുരുഷനു ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലി വന്നുതൽ പ്രാണഭയം കൊണ്ട് മൂടൻ മഹാകലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അങ്കദൻ തന്നോടടുത്താൻ അത് കണ്ടു തുങ്കശരീരികളായ കവികളും. രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ചാർത്ത് വിളിച്ചു പുറത്തു പോന്നേടിനാർ. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിയിടിനാർ. മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസനും ചൊല്ലിനാൻ. നാദേ, ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവ ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്ക് സംസാരവും അതു കാരണം. ശോകഭയക്രോധലോപമോഹസ്പൃഹ രാഗഹർഷാദിജര മൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളക നീ. ജ്ഞാനസ്വരൂപനാത്മാപരൻ അദ്വയൻ ആനന്ദപൂർണ്ണ സ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായെങ്കിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്തു നീ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടു കൂടവേ. പാവകൻ തങ്ങൾ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചത് കേട്ടു മണ്ടോദരി ദശഗ്രീവനോടിത്തം പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷം യോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമദനകാലേ പുര ഹോർമാമന്തരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നും ഹിരണ്യാക്ഷനെ കൊന്നു മണ്ണിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും ഹോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും മൂതടി മണ്ണുബലിയോടി യാചിച്ചു മൂലോകമും മൂന്നടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡ വംശേ ദശരഥപുത്രനായി ധാത്രി സുധാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമാനി അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വ്രത നിർലജനാകയാൽ മൂടാജളപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരത്രയും നാമിനെ കാനനം വാഴ്ക തപസ്സിനായി. മണ്ടോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചെന്നാനതു നേരം
പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനയ്ക്കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ, ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവാൻ. രാമരാവണ യുദ്ധം. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനുതൽ കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരൊരുമിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാൽ വാരിധി പോലെ പരന്നു വരുന്നതും മാരുതി മുൻപാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങൾ ഇവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങെത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞതു സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവമന്നേരം. എന്നോട് തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരമൊരുപോലെ യാതുദാനാവലിയോടു രഘുത്തമൻ അസ്ത്രം വർഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചര വാനര മേധിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേധുനന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളും. കാളിയും കൂളികളും കബന്ധങ്ങളും കാളിനി ശീതിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാമണ്ണം. രാമജാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗെ തുടരെ തുടരെ കേട്ടു. ദേവഗന്ധർവേഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ ആകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞതു രാഘവനന്നേരം. മർക്കടൻ നായകന്മാരോടരുൾ ചെയ്തിതക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്ന് കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവൻ അതുനേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയോ. വൃദ്ധയായ ഏറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണഹയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ ആശുകുലം മുടിച്ചാനൊരു മൂടൻ മഹാപാപി രാവണൻ. ജാനകിയെ കൊതിച്ചാശുകുലം മുടിച്ചാനൊരു മൂടൻ മഹാപാപി രാവണൻ. അർത്ഥപ്രകാരമാത്രേണെ ഹരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരുതിയിൽ ചിറ കെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതത്രയും ഉണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവും. സിദ്ധമല്ലായിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചേടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതന്മേലിൽ നന്നായി വരുമവൻ. നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമ്മറിയാതെ മടക്കിനാൻ ഏറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യായേനെ നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും
ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടയ്ക്കയും പാരം ഗുരുജനദേശവും ഉണ്ടിവനാരോടുമില്ല കൃപയും ഒരിക്കലും. ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്ഥനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാശനും അതിൽ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാനേറ്റവും ദുർനിമിത്തങ്ങളുണ്ടായതിനാദരിച്ചു ഉന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയെ വാനരവീരരും. രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചര വീരരും. രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചര വീരരും. സുഗ്രീവനും വിരൂപാശനും തങ്ങളിൽ ഉഗ്രമാമണ്ണം പൊരുതാരതു നേരം വാഹനമാകിന വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കുന്നുകൊണ്ടെന്നെറിഞ്ഞാൻ കവിരാജനും നന്നായി തന്നു വിരൂപാശനും അതാ വെട്ടിനാൻ വാനര നായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റൊന്നു കാലം പുരമ്പുക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതി ക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും അങ്കദൻ കൊന്നാൻ അവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും പോർമതത്തോടും അടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാൻ ഊഴിയിൽ രാമനു മൈന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താനതു ആതുരന്മാരായി ദാശു കവികളും വാരണസൂകര കുക്കുട ക്രോഷ്ടുക സാരമേയോകര സൈരിഭാവായസ വാനരസിംഹരുരു മൃഗകാകൃക് ദാനദ്രാനമാനായി വരുമാസുരാസ്രാത്മകം മുത്കര പട്ടസശക്തി പരശത ഖഡ്ഗശൂലപ്രസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടള വാഗ്നയമസ്ത്രമെയ്താൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞള വാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമാം അല്പതരായുധം കാണായി തന്തികെ ഗന്ധർവമസ്ത്രം പ്രയോഗിച്ചു തന്നെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും സൗര്യാസ്ത്രമെയ്താൻ ദശാനനൻ അന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരമാ ഖണ്ഡല വൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതു കൊണ്ടുടൻ കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണൻ 7 ശരങ്ങളാലൂക്കോടു തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനൻ ഭൂതലെ ചാടി വീണാശുവേൽ കൊണ്ടതി ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 ഉറങ്ങി മഹീതലേ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നമ്മയൻ കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാൻ ഓങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പുക്കു ബാണങ്ങളെയ്തെയ്തു രക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലിഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെത്തത രക്ഷിക്കൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തറച്ചിതു മാറുത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാനുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും വേർക്കൊണ്ടു ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ ആൾക്കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിനാർക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപത്തോടു മുറിച്ചെറിഞ്ഞിടിനാൻ
മിത്രതനയ സുഷേണ ജഗപ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നോട് ചുറ്റുമിരുന്നിന് രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും. ദുഃഖസമയമല്ലിപ്പോൾ ഒരൊറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ട് ഞാൻ. കല്യാണം ഉൾക്കൊണ്ട് കണ്ടുകൊൾവിൻ നിങ്ങൾ എല്ലാവരും ഇന്നു മൽക്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാര്യതിയിൽ ചിറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണാതിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു. രാവണനും രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി. രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താട വംശത്തിലുള്ളവനാകിൽ ഞാൻ. സപ്തദീപങ്ങളും സപ്താംബുദികളും സപ്താചലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവനൊരായുധപാണി എന്നാകിൽ നിസംശയം. ദേവാസുരോഗര ചാരണതാപസരേവരും കണ്ടറിയണം മമവലം. ഇത്തമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങൾ എയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണും നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകി തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാറി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലു കൊണ്ടു മുഴുങ്ങി ജഗത്രയും. സോദരൻ വീണ് കിടക്കുന്നതോർത്തുള്ളിൽ ആദ്യമുഴുത്തു രഘുകുലനായകൻ. താരയതാതനോടേവമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ. ഭൂതലെ വാഴ്കിൽ നല്ലതെനിക്കിനി ഭ്രാതാവ് തന്നോടുകൂടെ മരിപ്പതും. വിൽപ്പിടിയും മുറുകുന്നില്ലേതുമേ കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ. നിൽപ്പാനുമേതു മരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ. ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടില്ല നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോട് ആശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ചനിൽ ആത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നേ കണക്കെ വിശല്യകരണ്യാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നുള്ളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. സസ്യവും ചെയ്തു സുഷേണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസ്സെങ്കിലുണ്ടാകണം സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചെന്നതു കേട്ടു രഘുത്തമൻ രക്ഷോവരനോടടുത്താൻ അതിദ്രുതം. തേരും ഒരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെതിർത്തിടിനാൻ. പാരിൽ നിന്നിഷാകു വംശതിലകനും തേരിൽ നിന്നാശര വംശതിലകനും പോരതിഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഘുത്തമനുണ്ടെന്നു നാരദനാദികൾ ചെന്നത് കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതിലിയോട് ചെന്നാൻ മമ ചന്ദനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവനുഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതിലി താനത് കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിരിഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോട് സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയായി വിട കൊണ്ടിതോ. തേരതിലാശു കരേറുക പോരിനായി മാരുത തുല്യവേഗേനെ നടത്തുവൻ എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ച് മന്നവൻ തേരിലം മാറുകരേറിനാൻ. തന്നോടു തുല്യന രാഘവനെ കണ്ടു വിണ്ണില്ലം മാറുന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമേതിയിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും. ക്രൂരനാഗങ്ങളമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമെയ്തു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങൾ എയ്തു കൊടിയും മുറിഞ്ഞു കളഞ്ഞിതു. വാജികൾക്കും ശരമേറ്റേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധു
കൈകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേകം വളർന്നു നിന്നിടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിതു. കാലപുരത്തിനയപ്പിനിയെന്നു ശൂലം പ്രയോഗിച്ച ദാശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ടു തടപുറഞ്ഞോർത്തുടൻ വൃത്താരി തന്നെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാനന്നേരം. ആലസ്യമൊട്ടകന്നോരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടിനാൻ. എന്തിനെ കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധനായി ഞാനത്ര ദുർബലനാകയോ. കൂടലരോട് എതിർത്താൽ ഞാനൊരുത്തനോട് ഓടിയൊളിച്ചവാറെന്നെ കണ്ടു ഭവാൻ. നീയല്ല സൂതൻ എനിക്കിനി രാമനു നീയതി ബാന്ധവനെന്നറിഞ്ഞേനകം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കും നേരം മാമയം പൂണ്ടു തളർന്നതു കണ്ട ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകിയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു. ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കണമെന്ന് കൽപ്പിച്ചത്രേ. സാരഥി താൻ അറിയണം മഹാരഥന്മാരുടെ സാധവും വാചികൾ സാധവും വൈരികൾക്കുള്ള ജയകാലവും പാരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞുരതം നടത്തുന്നവൻ അല്ലോ നിപുണനായുള്ള സുതൻ പ്രഭു. എന്നതു കേട്ടു തെളിഞ്ഞത് രാവണൻ ഒന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരൊടത്താശു കൂട്ടിയിടുക. പിന്നോക്കമില്ലിനി ഒന്നുകൊണ്ടുമെടോ. ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ. സൂതനും തേരതി വേഗേന കൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റമണഞ്ഞു ഒരുതളവ് അങ്ങുമിങ്ങും നിറഞ്ഞു ശരങ്ങളാൽ അങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അഗസ്ത്യപ്രവേശം ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കും നേരം എങ്ങനെയെന്നറിഞ്ഞീലഗസ്ത്യൻ തഥാ. രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിപൻ. വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമേ എന്നരുൾ ചെയ്താൻ അഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിതു ഞാനിടോ. താപത്രയവും വിഷാദവും തീർന്നുപോം ആപത്തു മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും രോഗവിനാശനം സിദ്ധിക്കുമായുസും സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാ മന്ത്രം ഇതുത്തരണം ഉത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോഗരാചാരണ കിന്നര താപസഗുഹ്യക യക്ഷരാശോ രക്ഷോഭൂത കിം പുരുഷാപ്സരോ മാനുഷാധ്യാന്മാരും സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവാസുരോരകചാരണ കിന്നര താപസഗുഹ്യക യക്ഷരക്ഷോഭൂത കിം പുരുഷാപ്സരോ മാനുഷാധ്യന്മാരും സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദ്യത്തിനാകിയ ദേവനത്രേ 14 ലോകങ്ങളും. രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പാകാലാന്തരെ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും രക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്ത്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും മുരകസമൂഹവും. വാരമാസർത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്ത വേദിനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദാജ്ഞസേവിതൻ. വാരമാസാർത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്ത വേദിനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ. പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകാരാത്മകൻ ദുഷ്ടാധിനകരൻ ഭാസ്കരൻ നിത്യനകസ്കരൻ ഈശ്വരൻ
സാക്ഷി സവദാ സമസ്തലോകേഷണൻ ഫാസ്വാൻ വിവസ്വാൻ സമസ്വാൻ ഗവസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണൻ ശരണതൻ ലോകശിശിരാരി ഘോരതിമിരാരി ശോകോപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനുകിരണ്യ ഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താസുനാർജുനാശ്വൻ സകലേശനൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡൻ അംശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രത്യോദനൻ പൻ ഹത്യോദനുദ്യോതൻ അദ്വൈൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാനനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാഗതിപ്രദൻ ചണ്ഡകിരണൻ ധരണീതിരമണി പുണ്ടരിക പ്രബോധ പ്രദനര്യമാം ദാദശാത്മാ പരമാത്മാ പരാപരാനാദിതയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദു നാദാത്മകൻ നാരദാദി നിക്ഷേപിതൻ ജ്ഞാനസ്വരൂപനജ്ഞാന വിനാശനൻ ധ്യാനിച്ചുകൊള്ളുക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകരാന്തകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദായ തേ നമ നീഹരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രുദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ സ്ഥാവരജംഗമാചാര്യായ തേ നമ ദേവായ വിശ്വയ സാക്ഷിണേ തേ നമ സത്യപ്രധാനായ തത്വായ തേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം ചിത്തം തെളിഞ്ഞക സ്തോത്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്ന് വീണാധരോപാന്തേ മരുവിനാൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ